വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടിക്കുന്നോർക്ക് തലവന ബാലൻ, തലവടിക്കുന്നോർക്ക് തലവന ബാലൻ, വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ. അതിൻ്റെ അനുപല്ലവിയിൽ പുളകം പതയ്ക്കുന്ന ക്രീമുമായെത്തി വദനം മിനുക്കുന്ന മീശപ്രകാശ, ആമാശയത്തിൻ്റെ ആശ നിറവേറ്റാൻ രോമാശയങ്ങൾ അറുക്കുന്ന വീര, താരരാജാവിൻ്റെ സ്നേഹിതൻ ബാലൻ, ഈരാറ്റുപേട്ടേന്ന് വേരറ്റ ബാലൻ. അവിടെ അങ്ങനെ. അല്ല ചേട്ടാ, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഇടയ്ക്ക് ഭൂമി ഇങ്ങനെ വന്നത് അത് പ്രതിവട്ടം തന്നെ ചെയ്തതല്ലേ? അതെ, അത് വരികൾക്ക് അത് വേണമെന്ന് തോന്നിയപ്പോൾ ചെയ്തു. അതെ, അത് അവർക്ക് ഇഷ്ടമായി. അതെ അതെ, അതിന് എന്നെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഇളങ്കോ ചേട്ടനും എം ജയചന്ദ്രനും. കാരണം നമുക്ക് അങ്ങനെ ആയിരുന്നാൽ ഇങ്ങനെ അവർ ഈ റെക്കോർഡിംഗ് അടക്കം ചിരിച്ചോ ഇല്ലേ? സത്യം പറ. അല്ല, അന്ന് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ല, അത് ഞാനും ഭയങ്കരമായി ആസ്വദിച്ച ഒരു പാട്ട് എപ്പോഴും നന്നാവുന്നത് ആ പാട്ടുകാരൻ ആസ്വദിച്ച് പാടുന്നു. എക്സാക്ട്ലി. പലപ്പോഴും നമുക്ക് പറ്റുന്ന ചില പാട്ടുകളൊക്കെ വന്ന വഴി ഇങ്ങനെ പോകുന്ന പാട്ടുകളുണ്ട്. അതെന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് പാട്ടുകാരൻ ഒന്നാമത് ആസ്വദിക്കുന്നുണ്ടാവില്ല. ചില മ്യൂസിക് ഡയറക്ടർമാർക്ക് ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടുകാരനെ കയറി കൊങ്ങക്ക് പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതോടെ തീർന്നു, ക്രിയേറ്റിവിറ്റി പോയി. അതായത് ഒരു പാട്ടിനെ അദ്ദേഹം ഒരു പരുവത്തിലാക്കി ആ പാട്ട് പിന്നെ പാട്ടുകാരൻ്റെതായിട്ട് മാറണം, എന്നാലും മാത്രമേ ആ പാട്ട് നന്നാവുള്ളൂ. അല്ലാതെ ഇവിടെ പിടിച്ചു അവിടെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന കുറെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഞാനൊരു സ്ഥലത്ത് നിന്ന് ഞാൻ ഇറങ്ങി പോന്നിട്ടുണ്ട്. അതായത് ഞാൻ അയാൾ ആദ്യമായിട്ട് മ്യൂസിക് പയ്യൻ ഒരു പാടത്തിൽ പാടാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. അപ്പം ഞാൻ ആ പാട്ട് അവിടെ വെച്ചാണ് ആദ്യം കേൾക്കുന്നത്. എനിക്ക് പാട്ടൊന്നും അയച്ചു തന്നിട്ടില്ല, പഠിക്കാനായിട്ട് അയച്ചു തന്നിട്ടില്ല. ഞാൻ ആ പാട്ട് കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് വാമാകണവരെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ കയറി ആദ്യത്തെ ലൈൻ പാടിയപ്പോൾ തന്നെ ഇയാൾ, ചേട്ടാ അവിടെ അങ്ങനെയല്ല, അവിടെ ഇങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു ഒന്ന് പതുക്കെ ഒന്ന് പാടി ഒന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം, പാടാം. ഇയാൾ ജന്മത്തെ സമ്മതിക്കണില്ല. ശരി. അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്തരം ഒരു അവസ്ഥയിൽ ഇന്ന് പാട്ട് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്, അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. അതല്ലേ, അത് മനസ്സിന് വല്ലാതെ വേദന. അങ്ങേർക്ക് മനസ്സിന് വേദന ഉണ്ടാവുള്ളൂ. കാരണം എനിക്ക് വേദന ഒന്നും ഉണ്ടായില്ല. കാരണം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഞാൻ ചെയ്യുന്നു എങ്ങനെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു സ്ഥലത്തു നിന്ന് ഇതേപോലെ തന്നെ കലാഭവൻ മണി പാടേണ്ട പാട്ടാണ്. കലാഭവൻ മണി റീച്ചിലില്ല, ആളെവിടെയോ വിദേശത്തെവിടെയോ എത്താൻ പറ്റുന്നത്. അപ്പം ഈ പാട്ട് കമ്പോസ് ചെയ്ത് വെച്ചേക്കണത് മേളിലും പാടാൻ പറ്റൂല, താഴെയും പാടാൻ പറ്റാത്ത അവസ്ഥയല്ല. അതായത് പിച്ച് അവർ സെലക്ട് ചെയ്തേക്കണത് ഒരു അവിടെ ഇവിടെ ഇല്ലാത്തൊരു പിച്ചിലാണ്. ഒരുപക്ഷെ കലാഭവൻ മണി അത് പാടുമായിരിക്കും, കാരണം അങ്ങേർക്ക് അത്ര നല്ല റേഞ്ചുള്ള ആളാണ്. അപ്പോൾ ഞാൻ ചെന്നു, എന്നെ വിളിക്കുന്നു, കലാഭവൻ മണി പാടേണ്ട പാട്ടാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. കേട്ടു, പാട്ട് കുഴപ്പമില്ല, ഞാൻ പാടാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് പാടാൻ നിന്നപ്പോൾ ഇയാൾക്ക് വേണ്ടത് എൻ്റെ അടുത്ത് നിന്ന് കലാഭവൻ മണിയെ കിട്ടണം പുള്ളിക്ക്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഞാൻ അങ്ങനെയൊക്കെ പാടിക്കഴിഞ്ഞാൽ അത് മിമിക്രി ചെയ്യണ പോലെ ആയിപ്പോകും, ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത ഒരു പാട്ടായി മാറൂലേ അത്. അപ്പോൾ അല്ല, അതല്ല കലാഭവൻ മണി, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, കലാഭവൻ മണി വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു. പോകേണ്ടി വന്നു. കാരണം അത് അപ്പോൾ അന്ന് എം.ഒ. ദേവസ്യ സാർ അവിടെ ഉണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, നീ ചെയ്തതാണ് ശരിയെന്ന്. അതല്ലേ, അല്ല അതാണ് ശരി, നീ ചെയ്തതാണ് ശരി. കാരണം നീ അവിടെ കിടന്ന് പുഴുങ്ങണേക്കാളും നല്ലത് നീ പറഞ്ഞത് ഇത് അങ്ങേരെ കൊണ്ട് പാടിപ്പിക്കുന്നു പറഞ്ഞു. അതാണ് നല്ല കറക്റ്റ് കാര്യം. അതാണ്. ഇത്ര അനുഭവങ്ങൾ പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരു വളരെ സ്വതന്ത്രമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ ചേട്ടൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ച് ഒരു സ്ഥിരം ചോദ്യമാണെങ്കിലും ഇത് എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണല്ലോ, കലാരംഗത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടുണ്ടുണ്ട്. വിഷമിപ്പിച്ച സംഭവങ്ങളിൽ ഒട്ടും മറക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പാരഡിയൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
ഒരു നാടകത്തിൽ കലാഭവൻ സാബുവാണ് അതിൻ്റെ ട്രാക്ക് പാടേണ്ടത്. പാടേണ്ട ആൾ സാബുവാണെന്ന് തോന്നുന്നു. സാബുവിനൊന്ന് ഭയങ്കര ജലദോഷം. അപ്പോൾ എന്നെ ആ സമയത്ത് സ്റ്റുഡിയോ എന്ന് വിളിച്ചിട്ട് 8:30 ഒന്ന് സ്റ്റുഡിയോ 9 to 7 ആണല്ലോ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയാം ഇന്നൊരു പാട്ട് ട്രാക്ക് പാടാനുണ്ട്, വേഗം വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊന്ന് ഇടിച്ചു പൊളിച്ച് സ്റ്റുഡിയോയിൽ വന്നപ്പോഴേക്കും പാട്ട് ഞാൻ കേട്ടു. ഒരു ഇത്തിരി ആംഗലയൊക്കെ കലർത്തിയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഞാനത് ജ്യോതിയാണെന്ന് തോന്നുന്നു എൻ്റെ കൂടെ പാടിയത്, പാട്ടുകാരി ജ്യോതിയാണ്. അങ്ങനെ പാട്ട് പാടി വെച്ചു. അപ്പോൾ ഈ മ്യൂസിക് ഡയറക്ടർ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്കത് സ്ട്രെയിറ്റ് ആക്കിയാലോ, നിങ്ങളത് ഒന്നുകൂടി പാടിയാൽ മതി. ഞാൻ ഹാപ്പിയായി. സ്വാഭാവികമായിട്ടും നാടകത്തിൻ്റെ പാട്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഹെഡ്സെറ്റൊക്കെ വെച്ച് വെക്കല്ലേ, അവർ കൺസോളിൽ മൈക്ക് ഓഫ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അവിടുത്തെ അസോസിയേറ്റ് പറയുക പാരഡിയൊക്കെ പാടുന്ന ആളാണ്, അയാളെ കൊണ്ട് ഈ പാട്ടൊന്നും പാടിപ്പിക്കുന്നത്. ശരി, മ്യൂസിക് അസോസിയേറ്റോ ഡ്രാമ അസോസിയേറ്റ്? മ്യൂസിക്കിൻ്റെ അസോസിയേറ്റ്. അപ്പോൾ അത് ഏതൊരു പാട്ടുകാരനാണെങ്കിലും അത് കേൾക്കുമ്പോൾ ഒരു വിഷമമില്ല. ഞാൻ പാടിയത് പാരഡിയല്ല, അല്ല പാടാൻ പോകുന്നത് പാരഡിയല്ല, നേരിട്ട് കേൾക്കുക, നേരിട്ട് കേട്ടു. അതൊരു ഭയങ്കര സങ്കടമായിരുന്നു. അത് അപ്പോഴും ഇപ്പോഴും ഓർത്തിരിക്കണമെങ്കിൽ അത് നമ്മൾ ഒരുപാട് സ്ട്രൈക്ക്. പിന്നെ 100% നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന കാര്യങ്ങളിലേ പറയാൻ പറ്റും. അതെ അതെ അതെ. അപ്പോൾ അതിനൊരു മറുപക്ഷം കൂടെ ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു സമയമുണ്ടല്ലോ ഇത്രയും. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു 3-ാം വർഷ ഒരു അദ്ദേഹം തന്നെ എന്നെ പാടാൻ വിളിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. അതെല്ലേ, അപ്പോൾ അതൊരു വലിയ സന്തോഷമായി. ഒരു പ്രതിവേട്ടം പിന്നെ നേരത്തെ തന്നെ പറഞ്ഞു, ഗുരുക്കന്മാരുടെ സഹായം കൊണ്ട് ആ സമയം മുതൽ ഇങ്ങനെ കലാരംഗത്ത് വന്ന ആളാണ്. ഈ ഒരു സമയത്തും ഏകദേശം സജീവമായിട്ട് തന്നെ നിൽക്കുന്നു. സ്റ്റേജ് ഷോകൾ നിങ്ങൾ വല്ലാതെ ത്രില്ലടിപ്പിക്കാറുണ്ട്, ശരിയല്ലേ? പിന്നെ സ്റ്റേജ് ഷോയാണ് അടുത്ത സമയത്ത് നടന്നൊരു ഷോ കൂടെ. അതെ അതെ, ഞങ്ങളിപ്പോൾ ഈ അടുത്ത് പിന്നെ 31 അർത്തുങ്കൽ ബീച്ച് ഫെസ്റ്റ് ആയിരുന്നു, അതിൻ്റെ പരിപാടിയായിരുന്നു. അൻവർ സാദത്തും ഞാനും അൽക്ക പിന്നെ മെഹതാബ് ശ്രീഷ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സിംഗർ, അവരൊക്കെ കൂടിയായിരുന്നു പരിപാടി. എന്നാ പരിപാടിയായിരുന്നു. നാട്ടുകാരിച്ച് അൻവറിന്റെ എനർജി, അൻവർ ഭയങ്കര എനർജി സിംഗറാണ്, ഭയങ്കര സിംഗറാണ്. അപ്പോൾ അവനും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളും അവനെ കൂടിയൊക്കെ സപ്പോർട്ട് ചെയ്തപ്പോൾ നല്ല ഊക്കറിനൊരു പരിപാടിയായിരുന്നു, അടിപൊളി. ഈ അടുത്ത കാലത്ത് അത്രയും നല്ല പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. അതെ അല്ലേ. ഈ മുമ്പിലുള്ള ഓഡിയൻസ് സ്റ്റേജിലുള്ള പെർഫോമൻസിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? എത്രത്തോളം ആളുകൾ കൂടുതലുണ്ടോ അത്രത്തോളം നമ്മൾ നന്നായിട്ട് പാടാൻ നോക്കും. അതല്ലേ, അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് പോരണ്ടേ, അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും നമുക്ക് അവരെ കാണുമ്പോൾ ഒരു സന്തോഷം, അതൊരു വലിയ കാര്യം. കറക്റ്റാണ് ചേട്ടൻ പറഞ്ഞു. നമുക്ക് മറ്റേ നമ്മുടെ സംഗതി ഇല്ലാതെ ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഏത് നമ്മളെ ഗാന്ധി ഇല്ലാതെ. അതാണ് ഈ സത്യത്തിൽ പ്രതിഭേട്ടനൊക്കെ അറിയാതെ നിങ്ങൾ കുറേ സംഭാവനകൾ ഈ മലയാളിക്ക് നൽകുന്നുണ്ട്. ഞാൻ പല സൗഹൃദങ്ങളും പറഞ്ഞിട്ടുമുണ്ട്. ഏറ്റവും കൂടുതൽ അത് ഉപയോഗപ്പെട്ടത് കൊറോണ സമയത്താണ്, പ്രത്യേകിച്ച് പ്രവാസത്തിൽ. എല്ലാവരും എല്ലായിടത്തും ലോക്കായൊരു സമയത്ത് ഇതല്ലാതെ വേറെ മാർഗമില്ലല്ലോ. ടെൻഷൻ, ജോലിയില്ല, സ്തംഭനം, എന്താവൊന്നും ഒരു പിടുത്തമില്ല, അസാമാന്യമായ ടെൻഷൻ. ആ സമയത്താണ് ഇങ്ങനെയുള്ള കോമഡി സംഭവങ്ങൾ അതോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം പ്രത്യേകിച്ചും പ്രവാസത്തിൽ വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ നമ്മളെ മഹാത്മാഗാന്ധി എന്ന് പിടിച്ചാലോ, ആ ഒരു സംഭവം, ആ ഒരു പാട്ട്, അതൊരു ഒരു ഗംഭീര സംഭവമാണ്. തീർച്ചയായിട്ടും. അത് ശരിക്കും ഞങ്ങൾ 2 മാസമൊക്കെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഈ പാട്ടുണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ത്രെഡ് എന്ന് പറഞ്ഞാൽ കൊച്ചിൻ മിമിയുടെ ഒരു വർക്കിൽ നമ്മുടെ കോട്ടയം സോമരാജ്, രണ്ടുപേരും ഇപ്പം ഇല്ല കേട്ടോ. ഇല്ല. സോമരാജ് വർക്കിന് പോയിരുന്നപ്പോഴേക്കും അവിടെ നിന്ന് കിട്ടിയ ഒരു ചെറിയ ത്രെഡാണ് 10ന്റെ നോട്ടിലും 100ന്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു, ആ 2 ലൈൻ. അതിവിടെ വന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു അത് പിടിക്കാന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ആ പാട്ട് പിടിക്കുന്നത്. അതൊരു സൂപ്പർ ഹിറ്റ് പാട്ടായിട്ട് മാറുന്നത്, മെഗാ ഹിറ്റ്. അച്ചു ഒന്നും പറയണ്ട, ഭയങ്കര. എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് പാരഡികൾ പാടിയിട്ടുണ്ട്, നല്ലതും കെട്ടതുമായിട്ടുള്ള ഒരു പാരഡികൾ പാടിയിട്ടുണ്ട്. ആളുകൾ വെറുക്കുന്ന, അതായത് മറ്റേ പറഞ്ഞ പോലെ ഇവനൊക്കെ ഈ പാട്ട് നശിപ്പിക്കണം എന്ന് പറയുന്ന പാരഡികൾ പാടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വയറ്റപ്പോഴും പറ്റും. അതെ. അപ്പോൾ അങ്ങനെ അതല്ലാത്ത നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുറേ സംഭവങ്ങളിലാണ് ഈ പാട്ട് പാടുന്നത്. അതെങ്ങനെയാണ് ആ പാടുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. അതിനകത്ത് തന്നെ ചിരിപ്പിച്ചൊരു വരി ഇപ്പോഴും എൻ്റെ മനസ്സിൽ അവ്യക്തമായിട്ട് ഓർമ്മയുണ്ട്.
ടീച്ചർ ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു സംഭവം അത് പാടാമോ? പിന്നെ തീർച്ചയായിട്ടും. 10ന്റെ നോട്ടിലും 100ന്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു, ആ കരുണാമയനാം രാഷ്ട്രപിതാവ് പലതും സഹിക്കുന്നു. അതിന്റെ ചരണത്തിൽ വരുന്ന സംഭവമാണ്. ഒക്ടോബർ 2 ഭാരതമാകെ അവധി കൊടുക്കുന്നു, അന്ന് വിദ്യാർത്ഥികളോ കഥയറിയാതെ പുല്ലുപറിക്കുന്നു, ടീച്ചേഴ്സ് കണ്ടു ചിരിക്കുന്നു. ഇത് ഈ പുല്ല് പറിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളെയൊക്കെ ആ കുട്ടിക്കാലോട് കറക്റ്റാണത്. ഇത് എന്തിനാണ് നമുക്കറിയത്തില്ല. എന്തായാലും അത് ഗംഭീരമായി. അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ നമ്മുടെ ലൈഫിൽ കിട്ടിയ അവാർഡുകൾ അല്ലെങ്കിൽ അവാർഡ്. പിന്നെ JC ഫൗണ്ടേഷൻ അവാർഡ് ബെസ്റ്റ് നല്ല സിംഗറിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗൾഫ് മലയാളം മൂവി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രാദേശികമായ കുറച്ച് കാര്യങ്ങൾ അംഗീകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നാട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു 10 പേരുള്ള സ്ഥലത്ത് ഒരു 5 പേര് നമ്മൾ തിരിച്ചറിയുക എന്ന് പറയുന്നത്. ഇപ്പം തന്നെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇന്റർനെറ്റ് വന്നപ്പോഴത്തേക്ക് ഡോക്ടർ അപ്പുറത്ത് താമസിക്കുന്ന ഡോക്ടറാണല്ലോ, അദ്ദേഹം ചോദിച്ചിട്ടില്ല എങ്ങനെ പോകുന്ന തിരിച്ചറിയപ്പെടുക എന്ന് പറഞ്ഞ വലിയ കാര്യം. ഈ തിരിച്ചറിയപ്പെടുക എന്ന് പറഞ്ഞ സംഭവത്തിൽ വേറെ തമാശ അടിപൊളി സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണ്? അതായത് നമ്മളെല്ലാവരും തിരിച്ചറിയുമ്പോൾ നമുക്ക് തോന്നി തുടങ്ങുന്ന ഒരു സമയമുണ്ട്, ഒരു സെലിബ്രേഷൻ മൂഡൊക്കെ ആകുമ്പോൾ. പിന്നെ ആ സമയം അങ്ങനെ. അപ്പം ഞാൻ അന്നത്തെ സമയത്ത് ഞാൻ ജീവൻ ടിവിയിൽ രസഗുള, പിന്നെ ഏഷ്യാനെറ്റിൽ സിനിമാല അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമാല സൂപ്പർ ക്ലിപ്പ്. അതെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് അറിയാതെ നമ്മുടെ കക്ഷത്തിൽ 2 ഇഷ്ടിയൊക്കെ വരും, ഇങ്ങനെ സാധനമൊക്കെ വരും. അങ്ങനെ ഞാൻ തൃശ്ശൂരിൽ നിന്ന് പാലക്കാടേക്ക് പോകാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഗ്രൂപ്പ്, സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് പ്രദീപ്, അതെ ഞാൻ തന്നെയാണ്, ഞങ്ങൾ പരിപാടിയൊക്കെ കാണാറുണ്ട് കേട്ടോ, ഞങ്ങൾ അടിപൊളി കേട്ടോ സംഭവം, പിന്നെ കുറച്ചുകൂടി നന്നാക്കണം ആ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട്, ഓ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ എന്നിട്ട് അവിടെ വേറെ ഇങ്ങനെ ഒരു ആംഗിളിൽ ഒരു ചേച്ചി ഇരുന്നിട്ട് ഇങ്ങനെ എന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത ആരാധിക വന്നു. എന്നാൽ പിന്നെ എനിക്ക് ഇങ്ങടെ പോകണ്ട, പക്ഷെ ഞാൻ അങ്ങോട്ട് പോയി. ഒരാരാധികയുടെ മുന്നിലൂടെയുള്ള അടുത്ത ആരാധികയെ മറ്റേ പിടിക്കാൻ വേണ്ടി ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം. നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും അടുത്ത് ചെന്നപ്പോഴേക്കും അവർ ചോദിച്ചു, നിങ്ങള് നമ്മളെ വീട്ടിൽ പണിക്ക് വന്ന മേസ്തിരി അല്ലേ എന്ന് ചോദിച്ചു. തകർന്ന് തരിപ്പണമായി. ആദ്യത്തെ ആരാധനയും പോയി, അന്നത്തെ ദിവസവും പോയി. അന്ന് റെയിൽവേ സ്റ്റേഷന്റെ തറ അങ്ങനെ തകർന്ന് താഴ്ത്തു. അയ്യോ, വേറെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. വീട്ടിൽ പണിക്ക്. അപ്പൊ ഞാനും അപ്പോഴും നമുക്ക് തിരിച്ചറിവുണ്ടാവണതേ, നമ്മളെക്കാൾ മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് ഫീൽഡിലുണ്ടെന്ന്. അല്ല കറക്റ്റ് അല്ല. ഇല്ല, ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ കേട്ടോ, വേറെ ദാസേട്ടൻ ഒരാൾ പരിചയപ്പെട്ടു, മലയാളിയല്ല, പ്രിയപ്പെട്ട യേശുദാസേട്ടൻ, അതായത് വളരെ പോപ്പുലറാണ്. ശേഷം ഇന്റർവ്യൂ വായിച്ചു ദാസേട്ടൻ തന്നെ ഈ കഥ ദാസേട്ടൻ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. യുവിൽ വെച്ച് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് പോലും തെറിച്ചു പോയതുള്ളതാണ്. അപ്പോൾ പരിചയപ്പെട്ട് കള്ള ഓ സിംഗർ, വെരി ഗുഡ്, ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾ സിംഗ് ചെയ്യുന്നത് ദാറ്റ്സ് ഫാന്റാസ്റ്റിക്, ഗോഡ് ബ്ലസ് ആണ്, ഓക്കെ. ബട്ട് നിങ്ങളെന്താ ഒരു പ്രോപ്പറായിട്ട് ഒരു ജോലിക്ക് പോകാതിരിക്കുന്നത്? ഇപ്പോഴും ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെ പാട്ടും പാടിയിടുന്നാൽ മതിയോ? ഈ കക്ഷി ഏതോ ഒരു വലിയ ജോലി ചെയ്ത കക്ഷിയാ. നിങ്ങൾ യേശുദാസിനോട് ചോദിക്കണം, പത്മഭൂഷൺ കിട്ടിയ ലോകത്തിലെ ഏറ്റവും സെലക്റ്റീവ് സിംഗർ പ്രതിയോടെ എഴുതിയാറില്ല പറയാൻ. നമ്മളൊക്കെ ഈ ഫീൽഡിൽ നിൽക്കുന്നവരാണ്, ഇതുകൊണ്ട് അന്നം കഴിക്കുന്നവരാണ്, കുടുംബത്തെ നോക്കുന്നവരാണ്. എന്നെയൊക്കെ നമ്മൾ വലിയ സമ്പന്നൊന്നുമല്ല, പക്ഷെ നമ്മളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ട തൊഴിലല്ലേ നമ്മൾ ചെയ്യണം, നമ്മൾ ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യുക. പിന്നെ ഈ ലോകത്ത് നമുക്കെല്ലാവർക്കും കലാകാരന്മാർ 1%
അതായത് ഈ വേൾഡിൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരൊറ്റ ശതമാനം ദൈവം കൈവച്ച് വിട്ടവരെന്നാണ് പറയുന്നത്. ബാക്കി 99% ആസ്വാദകരാണ്. പ്രതിവേട്ടം പറയുന്ന രീതിയിലല്ലേ പ്രതിവേട്ടം പാടുന്നതിനൊക്കെ എത്ര പേരെ കൊണ്ട് പറ്റും? ബ്ലെസ്സിങ്സ് അല്ലേ. ജയചന്ദ്രൻ സാറ് പാട്ട് പഠിച്ചിട്ടില്ല. അതെ 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 തീർച്ചയായിട്ടും. SP ബാലസുബ്രഹ്മണ്യം പാട്ട് പഠിച്ചിട്ടില്ല. അതെ. ഇവരെയൊക്കെ അപ്പം കലയെന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. ഇനി ഞാനൊരു ഒരു ഫ്രണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. പ്രതിവേട്ടന് അത്യാവശ്യം എപ്പോഴും തിരക്ക് ഉള്ള ഒരു ആൾ തന്നെയാണ്. അത്യാവശ്യം പിന്നെ ഭയങ്കര കഴിഞ്ഞപ്പോൾ എല്ലാ തിരക്കും കഴിഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചോദ്യം അതുകൊണ്ടാണ് ഞാൻ ക്ലബ് ചെയ്യുന്നത്. അപ്പം അത് തന്നെയാണല്ലോ ജീവിതം. കുഴപ്പമില്ലാത്തൊരു ജീവിതമുണ്ട്. എനിക്ക് തോന്നുന്നു പിന്നെ വൈഫ് ഗവൺമെൻറ് സർവീസിലാണ്. അവർ ഭയങ്കര ബാക്ക് സപ്പോർട്ടോടാണ്. അപ്പം ഈ സാജുവേട്ടനൊക്കെ പറഞ്ഞ പോലെ നവോദയ പറഞ്ഞ പോലെ ഈ സമ്പത്തെല്ലാം എങ്ങനെയാണ്? ഉണ്ടോ അതോ പോയോ കളഞ്ഞോ? ഇതും കൂടെയൊക്കെ അറിയാനുള്ള ആകാംക്ഷ. നമ്മൾ ഉണ്ടാക്കിയതെല്ലാം നമ്മൾ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു. അത് വേറൊന്നുമല്ല, നമ്മുടെ സമ്പാദ്യം പലരിലേക്കായിട്ട് ഒഴുകി പോയിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാം നല്ല കാര്യത്തിനാണ് പോയത്. അർഹമായിട്ടുള്ള സ്ഥലത്താണ് പോയിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നിരാശയൊന്നുമില്ല. കാരണം നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. അത് നമ്മുടെ പൈസ, നമ്മുടെ പാടിക്കിട്ടിയ പൈസ കൊണ്ടാണ് നമ്മളത് ചെയ്തതെന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു അഭിമാനമുണ്ട്. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലർക്കും കലാകാരന്മാരെ എങ്ങനെ ജീവിക്കുന്നു എന്നല്ല, കലാകാരൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അവരുടെ മനോവ്യാപാരങ്ങൾ എന്താണെന്ന് അറിയില്ല. ചില ആളുകൾ കാണുമ്പോൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഇപ്പൊ പണിയൊന്നും ഇല്ലേ? അതായത് നമ്മൾ ചിലപ്പോൾ പലചരക്കടയിൽ ഒരു സാധനം മേടിക്കാൻ പറ്റും, പാടില്ല. അപ്പൊ ചെല്ലുമ്പോഴാണ് പുള്ളി വെക്കുന്നത് ഇപ്പൊ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. അയാൾക്ക് ആ ചോദ്യം തന്നെ വേറൊരു തരത്തിൽ ചോദിക്കാം. എന്താണ് ഇപ്പോഴത്തെ ജോലി എന്ന് ചോദിക്കാം, അല്ലെ? ഏതാണ് ഇപ്പോഴത്തെ വർക്ക് എന്ന് ചോദിക്കാം. പക്ഷെ അയാൾക്ക് സന്തോഷം കിട്ടുന്നത് പണിയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതിനപ്പുറം അല്ല, ഇന്ന് വൈകുന്നേരം പ്രോഗ്രാം തീർന്നു. അയ്യടാ, അത് ഭയങ്കര വിഷമായി പോകും. അങ്ങനെ കുറെ ആളുകളുണ്ട്. പക്ഷെ ഇതേപോലെ ഇതിനപ്പുറത്തേക്ക് നമ്മളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ വളർച്ച കാണുന്ന കുറെ ആളുകളുണ്ട്. അത് ആസ്വദിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരുടെ ഇടയിലാണ് നമുക്കുള്ള സ്ഥാനമുള്ളത്. അവരുള്ളതുകൊണ്ട് നമ്മൾ നിന്ന് പോകും എപ്പോഴും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ പല സുഹൃത്ത് ബന്ധങ്ങളും കണക്ഷൻസ് നമുക്ക് പ്രോഗ്രാമാക്കി മാറ്റിയെടുക്കാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ എനിക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല. പിന്നെ എൻ്റെ കോളേജിൽ പഠിച്ചിട്ടുള്ള സുഹൃത്തുക്കളെല്ലാവരും ഭയങ്കര വേറെ നല്ല നിലയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. കൂടെ പഠിച്ചിട്ടുള്ള ആളുകൾ, കൂടെ ഉണ്ടായിട്ടുള്ള ആളുകൾ, ഇവരൊന്നും നമുക്ക് ഒരു അവസരമായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം മിമിക്രിക്കാരുടെ ഇടയിൽ നിന്നാണ് സിനിമക്കാരനായത് ഞാൻ. കുറേ മിമിക്രിക്കാർ സിനിമ എടുത്തിട്ടുണ്ട്. ഞാനൊന്നും അവരുടെ സിനിമയിലൊന്നും വന്നിട്ടില്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഒരു കാലഘട്ടത്തിലുള്ള ഇതൊക്കെ വേറെ അവസരം തന്നിട്ടുള്ള വേറെ ആളുകളാണ്. അപ്പം അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് ഇയാൾ അല്ലെങ്കിൽ മറ്റൊരാൾ നമുക്ക് അവസരം കൊണ്ടും തരും, കണ്ട് നമുക്ക് അവസരം തരും. അത് ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തായിരിക്കില്ല. അതായത് റിലേഷനും ഈ കഴിവും തമ്മിലൊന്നും കണക്റ്റഡ് അല്ല. അതൊന്നും കണക്റ്റഡ് അല്ല. ഞാൻ പലപ്പോഴും ആലോചിക്കുമല്ലോ. പക്ഷേ ഈ സത്യസന്ധമായ കാര്യം കേട്ടോ, ഇവരെല്ലാവരും നമ്മളെ വേറെ തരത്തിൽ ചൂഷണം ചെയ്യും. അങ്ങനെ അവരെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മന്നോട്ടോ അവിടെ വന്ന് വീട്ടിൽ വന്നിട്ട് 2 പാട്ടൊക്കെ പാടിയിട്ട് വേണം പോകാനായിട്ടെന്ന്. പക്ഷേ അവരുടെ വീടുകളിലോ അല്ലെങ്കിൽ അവരുടെ കയ്യെത്തുന്ന അകലത്തോ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിലോ അതൊന്നും നമ്മളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കില്ല. അതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ശരിയാണ്. നിങ്ങളുടെ അനുഭവത്തിലുണ്ടാവും. ഇത്രയും കണക്ഷൻസ് നമുക്കുണ്ട്, ഇത്രയും ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഇത്രയും ആളുകളുണ്ട്. പക്ഷേ ഇവരുടെ കയ്യിൽ നിന്നൊരു പ്രോഗ്രാമിന്റെ കാര്യമായിട്ടോ, അതായത് നമ്മുടെ വീട്ടിൽ അന്നം മേടിക്കുന്ന സംഭവമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കാര്യം പോലും വരില്ല. അത് വരുമ്പോൾ വേറെ ആൾക്കാരെ കൊടുക്കുകയും ചെയ്യും. ഉറപ്പായിട്ടും പൈസ ഉള്ള ഏതെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പരിപാടി. ശരിയാണ്. എന്നിട്ട് അവൻ അടുത്ത മാസം നമ്മളെ വീണ്ടും വിളിക്കും. എൻ്റെ മറ്റേ കൂടെ പഠിച്ച വേറെ ടീമിന്റെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്, അപ്പോൾ ഒന്ന് വന്നം നമ്മൾ ഉപയോഗപ്പെടുത്തുക, 2 പാട്ട് പാടണം, ചൂഷണം ചെയ്യുക. മനസ്സിലായോ? അത് ചോദിക്കുന്നത് എന്തൊരു മര്യാദകളാണ്. മനസാക്ഷി കുത്തില്ലാത്ത പരിപാടിയാണ്. അതെ, ശരി. അത് കേട്ടോ, ഞാൻ സത്യം പറഞ്ഞ പ്രതിവട്ടം പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, എൻ്റെയും വലിയൊരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലും ജീവിതത്തിൽ എവിടെയൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്.
പ്രതിയുടെ 2025 കാലെടുത്ത് വെച്ച് പ്രതിവേട്ടൻ 2025 എങ്ങനെയാണ്? നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അതല്ലേ? പിന്നെ അത് ഇപ്പോൾ ഷോസിൻ്റെ കാര്യത്തിലായാലും നല്ലതാണ്, സിനിമയുടെ കാര്യത്തിലായാലും 4 പടം വരാനുണ്ട്. ഷൈൻ ടോമിൻ്റെ ചാട്ടുളി എന്ന സിനിമ അടക്കം വരാണ്ട് 4 പടം പുതിയത് വരാനുണ്ട്. ഇനിയിപ്പോൾ പുതിയ പടങ്ങൾ പ്രോജക്റ്റുകളെ കുറിച്ച് സംസാരിക്കുന്നു. അതല്ലേ? ചിലപ്പോൾ ഒരു പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആവാനുള്ള ഭാഗ്യം ഉണ്ടാവും. അതെയോ? അങ്ങനെ അഡ്വാൻസ് കൺഗ്രാജുലേഷൻസ്. അപ്പോൾ അതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. 2025 ഗംഭീരം നല്ലത് തന്നെയായിരിക്കും. അത് എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും നന്നായിരിക്കും. അതെ അല്ലേ? അതിനിടയിൽ ചെറിയൊരു ടെൻഷൻ, ചൈനയിൽ പുതിയൊരു വൈറസ് ഇങ്ങനെ രൂപം കൊള്ളുന്നതാണ്. അതിങ്ങോട്ടൊന്നും പറഞ്ഞു വരാതിരിക്കട്ടെ, കാരണം ഈ കോവിഡ് ഏത് വന്നാലും കലാകാരനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക. അതെ 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 അതല്ലേ? ഇപ്പോഴത്തെ ഒരു വിഷയം തന്നെ വലിയൊരു പ്രശ്നമാണ്. ഈ 10 മണിക്ക് ശേഷം പരിപാടികൾ പാടില്ല എന്ന് പറയുന്നത്. അമ്പലത്തിലെ ചടങ്ങുകൾ കഴിയുമ്പോൾ തന്നെ മിക്കവാറും 9 മണിയാവും. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ നേരത്തേക്ക് ആരെങ്കിലും ഗാനമേള വയ്ക്കുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടികൾ വയ്ക്കുമോ? അപ്പോൾ അതുകൊണ്ട് കലാകാരന്മാർക്ക് ഈ ഒരു സംഭവം വലിയൊരു ചതിയായിട്ടാണ് വന്നിട്ടുള്ളത്. അത് ശരിക്കും എനിക്ക് കോടതിയൊക്കെ ഒന്ന് പുനർവിചിന്തനം നടത്തേണ്ട ആവശ്യമുണ്ട്. നമ്മൾ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. ആണല്ലേ? പിന്നെ അതൊരു വയറ്റത്തടിക്കുന്ന പരിപാടിയാണ്. ഭയങ്കരമായിട്ട് കലാകാരന്മാരെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ലതുകളുടെ ഒരു വർഷമായിരിക്കും ഇത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. പിന്നെ ഒരുപാട് സിനിമാ ഗാനങ്ങൾ, അതിലേറെ പാരഡി ഗാനങ്ങൾ, വേദികളിൽ സജീവം, ഒപ്പം പഴയ കാര്യങ്ങളൊന്നും മറക്കാതെ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുല്ലസിച്ച് നടക്കുന്നൊരു മനസ്സ്. തീർച്ചയായിട്ടും 2025 ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടേതായി മാറട്ടെ. ഞങ്ങളോടൊപ്പം വളരെ നിഷ്കളങ്കമായി ഇത്രയും സമയം ചെലവഴിച്ചതിന് ചാനൽ 91 ഒരുപാട് സ്നേഹവും നന്ദിയും. എല്ലാ പ്രിയപ്പെട്ട ചാനൽ പ്രേക്ഷകർക്കും നന്ദി.